ഹലോ ഗേസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 കിലോ ചിക്കൻ കൊണ്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. മല്ലിപ്പൊടി 3 ടീസ്പൂണ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഈ അളവിനുള്ള കേട്ടോ മുളക് പൊടി 2 ടീസ്പൂണ്, ഈ അളവിനുള്ള മല്ലിപ്പൊടി 3.5 ടീസ്പൂൺ കേട്ടോ. ഉപ്പ് പിന്നെ ആവശ്യത്തിനാണ്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം. ഞാൻ ഇട്ടിട്ടുള്ളത് വെച്ചാൽ ഇതിന് 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഈ ടീസ്പൂണ് ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി, തക്കാളി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇതാവുന്നത് വരെ നമുക്ക് ഇപ്പോൾ തേച്ച് വെച്ചാൽ ചിക്കനിലേക്ക് നല്ല പിടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നല്ല മസാല ചിക്കനിലുണ്ട് കേട്ടോ. ചിക്കൻ കഴിക്കുമ്പോൾ അത് ഈ മസാലേൻ്റെ ഇത് പിടിക്കുള്ളൂ. മറ്റെന്താ വെച്ചാൽ ചിക്കനൊരു ചണ്ടി പോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ടേസ്റ്റായി കിട്ടും. അതിന് ചിക്കൻ ഒരു 15 മിനിറ്റെങ്കിലും ഈ മസാലയിൽ നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ കൈകൊണ്ട് നല്ല മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ മസാല ഈ രൂപത്തിലാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മസാലയിൽ മിക്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളെ ചിക്കൻ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞ് മസാല പിടിക്കാൻ വയ്ക്കാം. എന്നിട്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഉള്ളിയൊക്കെ റെഡി ആക്കിക്കാം. 4 വെള്ളുള്ളി, 2 തക്കാളി, ഇക്കാണ് ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് കറിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ 4 ഉള്ളി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ 2 തക്കാളി എന്ന് പറഞ്ഞാൽ തക്കാളി വെട്ടിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ തക്കാളി 3 എടുത്തിട്ടുണ്ട്. 3 തക്കാളി വെട്ടിയതും പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇതുപോലെ ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കുക്കിംഗ് പോവാം. ചട്ടി വെച്ച് നേരെ തീ കത്തിക്കാം. ചട്ടി കത്തിച്ച് കുറച്ച് നേരം നിൽക്കാം. ഇതിലെ വെള്ളമൊന്നും വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുക്ക് ചെയ്യുന്നത് എപ്പോഴും വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി വില കൂടുതലുണ്ട് വെച്ചാലും ടേസ്റ്റ് കിട്ടുന്നത് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണെങ്കിൽ അസുഖങ്ങൾ വരൽ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നേരെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടായിട്ട് ഉള്ളി വാട്ടിയെടുക്കണം. ഉള്ളി ഇങ്ങനെ ചെറുതായി വാടി വരുമ്പോൾ ഈ കണക്കിന് ഇത്തിരി ഉപ്പിടണം കേട്ടോ. ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനാണെങ്കിലും ഞാൻ ഇതിൽ ഇത്ര ഉപ്പിടണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം തീ ഇത്ര ഫ്ലോറിൽ പാടണം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഇളക്കിക്കൊണ്ടായിരിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഇനി നന്നാക്കി ഇളക്കാം കേട്ടോ. കാരണം ഇത് ഇളക്കിയില്ല ചട്ടി പിടിക്കും. അപ്പോൾ നന്നാക്കി ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചച്ചുവ നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള വെച്ചാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ചേർത്തിട്ട് നന്നാക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ തക്കാളി ചേർക്കണം. അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 തക്കാളി ഇപ്പം ചേർത്തിട്ട് നന്നാക്കി മിക്സ് ആക്കി കൊടുക്കണം. തക്കാളി കൂട്ടി ഇതുപോലെ മിക്സ് ചെയ്താൽ 3 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഉപയോഗിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലേക്ക് തട്ടിയിട്ട് നന്നാക്കി ഇളക്കിയെടുക്കാം. ചിക്കനപ്പം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് ഇനി നന്നാക്കി മസാലേനെ മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ മസാല മിക്സാക്കി വെച്ചിട്ട് ഞങ്ങൾക്കൊരു 10 മിനിറ്റ് ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കാൻ പോകട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഇത് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അവിടെ നേരെ വെള്ളം പാരാതെ വെച്ചുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10 മിനിറ്റിൽ കൂടുതലാവാൻ പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്രേവി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കൂടി അടച്ചെന്ന് വെച്ചിട്ട് ഇതേ തീയിൽ വെക്കണം കേട്ടോ. 10 മിനിറ്റ് കൂടി ഇതേ തീയിൽ വെക്കണം.
10 മിനിറ്റ് ചിക്കൻ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇത്രയും മല്ലിച്ചപ്പ് കട്ട് ചെയ്തിടണം കേട്ടോ. 10 മിനിറ്റും കഴിഞ്ഞ് നമ്മൾ തുറക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് വേവ് എങ്ങനെയുണ്ട് നോക്കാം. ചിക്കനുള്ള ഇളക്കി വേവ് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇത്രയും മല്ലിച്ചപ്പാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. മല്ലിച്ചപ്പ് അല്ല, മല്ലിച്ചപ്പിൻ്റെ എല്ലാം ഒരുപോലെ എത്തുള്ളൂ. മല്ലിച്ചപ്പ് ഇട്ട് മിക്സാക്കി ഇനി 2 മിനിറ്റ് ഇത് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ കൂടെ കണ്ട് ചിക്കനിൽ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നേരെ 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് തീ ഓഫാക്കിടാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയാവും. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? നിങ്ങളുടെ 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മുടെ കറി ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലി നമ്മുടെ കറിയുടെ കാണാനുള്ള ഷേപ്പ്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ കറി അടിപൊളി കറിയാണ്. ഇത് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം അടിയിൽ കമൻ്റ് അടിക്കുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈനലി നമ്മുടെ കറി ഇതട്ടോ ടേബിളിൽ എത്തി. അപ്പോൾ നമ്മൾ ചോറും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും എല്ലാവർക്കും ഒരുപോലെ പറ്റണം കേട്ടോ. ഇപ്പോൾ നോമ്പല്ലേ, നോമ്പിക്കും പത്തിരിക്ക് ഒരു രക്ഷയില്ലാത്ത കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.